ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ഫെയിൻ ഹാർട്ടഡ് ആളുകൾ ഈ സിനിമ കാണരുത്. അത്രയ്ക്ക് മൈൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. പറഞ്ഞു വരുന്നത് ദി കോഫി ടേബിൾ എന്ന സ്പാനിഷ് സിനിമയെക്കുറിച്ചാണ്. ദമ്പതികളായ ജെസൂസും മരിയയും കൂടി അവരുടെ കൈക്കുഞ്ഞുമായി ഒരു കോഫി ടേബിൾ വാങ്ങിക്കാൻ ഫർണിച്ചർ ഷോപ്പിൽ നിൽക്കുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അവിടെ സെയിൽസ്മാൻ വളരെ എക്സ്പെൻസീവായ ഒരു കോഫി ടേബിൾ കാണിക്കുകയും അതിൻ്റെ ഗ്ലാസ് തകർക്കാൻ പറ്റാത്തതുമാണെന്ന് പറയുന്നു. ടേബിളിൻ്റെ പ്രത്യേകമായ മോഡലും കൂടി കണ്ടപ്പോൾ ജെസൂസിന് അത് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യുന്നു. എന്നാൽ മരിയയ്ക്ക് ഈ ടേബിൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ ജെസൂസ് ആ ടേബിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നു. ശേഷം ജെസൂസ് ടേബിൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗ്ലാസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ശരിക്കും മുറച്ചിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം കുഞ്ഞിനെയും ജെസൂസിനെയും വീട്ടിലാക്കി മരിയ ഷോപ്പിങ്ങിന് പോകുന്നു. ഇതേ സമയം കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങുന്നു. കരച്ചിൽ നിർത്താനായി കുഞ്ഞിനെയും എടുത്ത് ജെസൂസ് റൂമിലൂടെ നടക്കുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നു. അയാളുടെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്നൊരു കാര്യമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ അയാൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ മെയിൻ തീം. ഡിസ്റ്റർബിംഗ് മൂവി എന്ന് പറയുമ്പോൾ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത് വയലൻസും കാര്യങ്ങളും ഒന്നുമല്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ശരിക്കും ഡിസ്റ്റർബിംഗ് തന്നെയാണ്. ജെസൂസിൻ്റെ സിറ്റുവേഷൻ നമുക്ക് കണക്റ്റ് ആയാൽ ഉറപ്പായും നമ്മളും ആ ഒരു പ്രഷർ അനുഭവിക്കും. ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഒന്നും തന്നെ സിനിമയിലില്ല. പക്ഷേ ഈ കഥയും അഭിനേതാക്കളുടെ പ്രകടനവും നമ്മളെ പിടിച്ചിരുന്നു. വെറും 1.5 മണിക്കൂർ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം. ഒരിക്കൽ കൂടി പറഞ്ഞു, ഫെയിൻ ഹാർട്ടഡ് ആളുകൾ ഈ സിനിമ സ്കിപ്പ് ചെയ്യുന്നതാവും നല്ലത്.